2025 ഏപ്രിൽ 16 ആ ഡേറ്റ് നിങ്ങൾക്കൊന്ന് ഓർത്തു വെക്കണം. 2025 ഏപ്രിൽ 16 എന്നുള്ള ഡേറ്റ് നിങ്ങൾ ഓർത്തു വെക്കണം. ഓർത്തു വെക്കുക മാത്രമല്ല, നിങ്ങൾ ഇന്ന് ഈ വയലൊക്കെ കഴിഞ്ഞ് പോയിട്ട് നിങ്ങളെ ഡേറ്റുകളൊക്കെ എഴുതി വെക്കണം. കലണ്ടറിലോ അതിലെ സ്ഥലത്തോ ഡയറിയിലൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. 2025 ഏപ്രിൽ 16 ആക്കോട് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള 438 കുട്ടികളുണ്ട് ഇസ്ലാമിക് സെൻറ്ററിൽ. ആ കുട്ടികളിൽ 9 മക്കളുടെ വിവാഹം നടക്കുകയാണ്. യത്തീമക്കളെ സ്ഥാപനം ഏറ്റെടുക്കുന്ന യത്തീമക്കളെ സ്ഥാപനം തന്നെ പഠിപ്പിച്ച് അവസാനം കല്യാണം ചെയ്ത് ഒരാളുടെ കയ്യിലേൽപ്പിച്ചിട്ടാണ് സ്ഥാപനം പിരിയുക. 438 യത്തീമുകൾ ഇപ്പം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഏപ്രിലാകുമ്പോഴേക്ക് കുറേ അപേക്ഷകൾ വന്ന് കിടക്കുന്നത് അന്വേഷണം കഴിഞ്ഞ് അതിലും അർഹരായ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ 600-700 ഒക്കെ മക്കളുണ്ടാവും. ഈ 438 മക്കളിൽ 9 മക്കൾ, 12 മക്കളുടെ വിവാഹം പ്രായമായിട്ടുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ മക്കളുണ്ട്. അതിൽ 3 മക്കളുടെ വിവാഹം ഒന്ന് കഴിഞ്ഞ മാസം നടന്നു, ഒന്ന് ഈ മാസം നടക്കും. അത് അവരുടെ ഭർത്താക്കന്മാർക്ക് ഗൾഫിൽ ജോലി സംബന്ധമായി തിരിച്ചു പോകേണ്ടത് കൊണ്ട് 3 ആളുടെ വിവാഹം നടക്കും. ബാക്കി 9 ആളുകളുടെ വിവാഹവും ഒന്നിച്ചാണ് നടക്കുന്നത്. അത് ഏപ്രിൽ 16 ബുധനാഴ്ച. എല്ലാവരും വരണം. ഇവിടെ കുറേ വീടുകളിൽ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ബോക്സുകളുണ്ട്. അപ്പോൾ നിങ്ങളെ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ തരുന്ന ഓരോ ഫിൽസ് കൊണ്ടാണ് ആ മക്കൾ വളരുന്നത്. 215 ഹാഫിലീങ്ങളും 438 യത്തീമുകളുണ്ട് ആ സ്ഥാപനത്തിൽ. 2100 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം എന്താ നിങ്ങൾ, ഇതിൻ്റെ പരിസരത്തുള്ള 200 മഹല്ലുകൾക്ക് എല്ലാ വിദ്യാഭ്യാസത്തിനും ദീനീ ചിട്ടയിൽ എല്ലാ വിദ്യാഭ്യാസവും നേടാൻ പറ്റാവുന്ന ക്യാമ്പസായി ഉയർത്താൻ പോവാണ്. ദീനീ ചിട്ടയിൽ വിദ്യാഭ്യാസം പഠിക്കണ്ടെന്ന് കുട്ടികളോട് പറയാൻ കഴിയൂല. പഠിക്കണം, പക്ഷേ ദീനീ ചിട്ടയിൽ പഠിക്കാൻ പറ്റാവുന്ന ഒരു ക്യാമ്പസ്, പെൺകുട്ടികൾക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റി എന്നത് ഞങ്ങളുടെ ഒരു കാഴ്ച, ഒരു സ്വപ്നത്തിലുള്ളതാണ്. പെൺകുട്ടികൾക്ക് മാത്രം യൂണിവേഴ്സിറ്റി. അത് നടത്തുന്നത് പെണ്ണുങ്ങളായിരിക്കും, പഠിപ്പിക്കേണ്ടത് പെണ്ണുങ്ങളായിരിക്കും. അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാടടക്കമുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനാണ് നിങ്ങളെ വീട്ടിൽ ആ ബോക്സ് വെച്ച ബോക്സിലെ പൈസ ഒക്കെ എടുക്കുന്നത്. നമ്മളെ സുഗന്ധര്യങ്ങൾ നമുക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ പിരിക്കണ ഒരു പ്രവർത്തകനുമില്ല, റസീവറുമില്ല. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് പറയാം ഞാൻ ആക്കോട് ഇസ്ലാമിക് സെൻറ്റർ റസീവറാന്ന് പറഞ്ഞാൽ മെല്ലെ മുപ്പരാടെ ഇരുത്തിയിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുകയെന്ന് പറയാം. ഒരു വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് വീട്ടിൻ്റെ അപ്പുറത്ത് പോയിട്ട് കയറെടുത്ത് കൊടുത്തിട്ട് കയ്യും കാലും പിടിച്ചു കെട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാം. ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കമ്മീഷൻ വ്യവസ്ഥയിൽ പിരിക്കുന്ന റസീവർമാരില്ല, ഒക്കെ പ്രവർത്തകരാണ്. ഇങ്ങനെയുള്ള നൂറുകണക്കിനുള്ള പ്രവർത്തകരുണ്ട്. അവരുടേതാണ് ഈ സംവിധാനം. ഞാൻ ചെയ്യുന്ന പണി എന്താ, പേടിയാവുന്ന ഓല് പറയുമ്പം പേടിക്കണ്ട നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പണി മാത്രമാണ്. പണിയൊക്കെ ഓല എടുക്കുന്നത്, കൂലി മുഴുവൻ ഓല കൊണ്ടുപോണത്. ഈ കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരുടേതാണ്. അപ്പം നിങ്ങൾക്കും പറ്റാവുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് സ്ഥാപനത്തിൻ്റെ. ₹1 അടി പോകില്ല. കമ്മീഷൻ അള്ളാൻ്റെ അടുത്ത് നിന്ന് വാങ്ങാമെന്നാണ് നമ്മുടെ മുദ്രാവാക്യം. ഭൂമിയിൽ നിന്ന് തരൂല, അത് റബ്ബിൻ്റെ അടുത്ത്. എന്താ അതിൻ്റെ കമ്മീഷൻ? ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിൽ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ ചേരാന്നാണ് നമ്മുടെ മുദ്രാവാക്യം. അപ്പം നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒരു ബോക്സ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം എന്നറിയിക്കുക. നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സ് ഏറ്റെടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക. വീട്ടിലേടെ കൊണ്ടുവയ്ക്കേണ്ടി? വീട്ടിലേടെ കൊണ്ടുവയ്ക്കുക? ആൾമാറിൻ്റെ ഉള്ളിലോ? ഉള്ളിൽ വെച്ചാൽ കാണൂല, എപ്പോഴും കാണുന്ന സ്ഥലത്ത് അത് വെക്കേണ്ടി. എപ്പോഴും കാണുന്ന സ്ഥലത്ത് നിങ്ങൾ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ബാക്കി റൂബിസ്വതക്ക. അതിരാവിലെ നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ ഒരു ചായൻ്റെ പൈസ എടുത്തതില്ല. ചായക്ക് എത്ര എപ്പോഴത്തെ പൈസ? 10. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലം 3650 ഈ സംവിധാനത്തിന് കൊടുക്കാൻ കഴിയും. എന്നും നമ്മളൊരു ചായ കുടിക്കുമ്പോൾ ഈ മക്കളെ ഓർത്തിട്ട് ഒരു ചായൻ്റെ പൈസ ഇതിലിടുക. അതിൻ്റെ കൂടുതലും ചായയൊക്കെ ഇടാൻ പറയുമ്പോൾ അങ്ങനെ പറയാം. ചായ പൈസ കൊണ്ടൊരു വിപ്ലവം എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. മനസ്സിലായില്ലേ? ചായൻ്റെ പൈസ കൊണ്ടൊരു വിപ്ലവം ഉണ്ടാക്കുകയാണ്. ഉമ്മത്തിനാവശ്യമുള്ള ചില വിപ്ലവങ്ങളാണ്. നിങ്ങളെ നാട്ടിൽ കുട്ടികളുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. ആ സംവിധാനത്തിൻ്റെ കീഴിലുള്ള യതീമക്കളുണ്ട്. വാപ്പാര് മരിച്ചിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. മഹലിൻ്റെ ലെറ്റർ പേഡ് അപേക്ഷിക്കാം, സ്വന്തം വെള്ള പേപ്പറിൽ അപേക്ഷിച്ചാൽ
അപേക്ഷിച്ചാൽ അന്വേഷിക്കാൻ ആൾ വരും. അവരുടെ ജീവിത മാർഗ്ഗങ്ങൾ എന്തൊക്കെയെന്ന് പഠിക്കും. വരുമാന മാർഗ്ഗമൊന്നും ഉണ്ടാകാൻ പാടില്ല. പാവപ്പെട്ട യതീമുകളാണെന്ന് കണ്ടാൽ ഏറ്റെടുത്താൽ പിന്നെ എല്ലാ കാര്യവും സ്ഥാപനം ചെയ്യും. ഭക്ഷണം, വസ്ത്രം, പഠനം, ചികിത്സ ഒക്കെ സ്ഥാപനം. ആൺകുട്ടികളാണെങ്കിൽ പഠിപ്പിച്ച് ജോലിയാണ് വരെ പഠിപ്പിക്കും. പെൺകുട്ടിയാണെങ്കിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കല്യാണം ചെയ്തു കൊടുക്കും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 9 കുട്ടികളെയാണ് ഇപ്പം നമ്മൾ കല്യാണം ചെയ്തയക്കുന്നത്. ഒരു കുട്ടിക്ക് 6 ലക്ഷത്തിൻ്റെ പൊന്ന് കൊടുക്കും. 21 പവനെ കൊടുക്കൽ. പൊന്നിന് ക്രമാതീതമായി വില കൂടിയപ്പോഴേ പിന്നെ ലാസ്റ്റ് പൊന്ന് കൊടുക്കുമ്പോൾ 21 പവന് 5.25 ലക്ഷം റുപ്യ ആയത്. അപ്പം നമ്മൾ ഫിക്സ് ചെയ്തു പൊന്നിന് വില കൂടിയാലും കുറഞ്ഞാലും ഒക്കെ 6 ലക്ഷത്തിൻ്റെ പൊന്ന് കൊടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു 6 ലക്ഷത്തിൻ്റെ പൊന്നാണ് ഒരു 10 പവനുണ്ടാവും. ഒരു മീഡിയം സാധാരണ കല്യാണത്തിനൊക്കെ ഒരു 10 പവനല്ലേ കൊടുക്കാം അല്ലേ? അങ്ങനെ അതുകൊണ്ട് കാരണം ഓല മോശമാക്കാൻ പറ്റൂലേ. ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു, അങ്ങനെ നിങ്ങൾ പൊന്ന് കൊടുക്കുന്നത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കലല്ലേ എന്ന് ചോദിച്ചെന്നോട് ഇന്ന് രാവിലെ. നിങ്ങൾ പൊന്ന് കൊടുക്കുന്നത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കലല്ലേ? അപ്പം ഞാൻ മൂപ്പരോട് പറഞ്ഞു, ശരിയാണ്, പൊന്ന് കൊടുക്കരുത് എന്ന് എൻ്റെ ഇഷ്ടം. പക്ഷേ നമ്മളെല്ലാവരും നമ്മളെ മക്കൾക്ക് പൊന്ന് കൊടുക്കണം നിർത്തണം. എന്നാലേ ഇവർക്ക് കൊടുക്കണം നിർത്താൻ പറ്റുള്ളൂ. നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ പൊന്ന് കൊടുക്കുക. യതീമക്കളെ കാര്യം വരുമ്പം പറയാം അത് സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കലാണ്. അവനാൻ്റെ കുട്ടിയൊക്കെ കൊടുക്കും ചെയ്യാം. പുണ്യനബി പറഞ്ഞത് കുല്ലത്തീമിക്കല്ലബിർറഹീം, നീ യത്തീമിനോടൊരു സ്നേഹനിധിയായ വാപ്പ എങ്ങനെയാണോ മക്കളോട് പെരുമാറുന്നത് അതേപോലെ യത്തീമിനോട് പെരുമാറുന്ന റസൂൽ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ 6 ലക്ഷത്തിൻ്റെ പൊന്നൊരു കുട്ടിക്ക് കൊടുക്കും. അങ്ങനെ നമ്മൾ കല്യാണം ചെയ്താക്കാം. അപ്പോൾ നിങ്ങൾ ഏപ്രിൽ 16 എല്ലാവരും വരണം, കുടുംബസമേതം വരണം. എന്തിനാ ഞങ്ങൾ വിളിക്കണത്? നിങ്ങൾക്ക് തോന്നും കുറേ പൈസ അവിടെ കൊണ്ടുപോയി കൊടുക്കാനാണ്. പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവും. സ്ഥാപനമാകുമ്പോൾ ആവശ്യം ഉണ്ടാവും. യത്തീമക്കളെ കല്യാണം ആകുമ്പോൾ പൈസ ഒക്കെ ആവശ്യം ഉണ്ടാവും. പൈസ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാതിരിക്കുക അതൊന്നും അതിൻ്റെ മാനദണ്ഡമല്ല. നിങ്ങളവിടെ വന്നിട്ട് ആ മക്കളെ നിക്കാഹ് ഇങ്ങനെ സ്വന്തം മക്കളെ നിക്കാഹ് കണ്ട് സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുക. ഒരു പിടി ഭക്ഷണം കഴിച്ചു വരാൻ അതിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും വരണം. പറ്റാവുന്നവരൊക്കെ ഈ ബോക്സ് ഒന്ന് ഏറ്റെടുക്കണം.